പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോംബോ ഓഫറാണ്. 200 റുപ്പീസിൻ്റെ കോംബോ ഓഫർ. അതായത് കുറച്ചധികം പ്ലാൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 14 പ്ലാൻസ് സെലക്ട് ചെയ്തെടുക്കാം. കേരളത്തിൻ്റെ അകത്ത് CC 70 രൂപയാണ് 1 kg. 1 kg എന്ന് പറയുമ്പോൾ നമ്മളുടെ 14 പ്ലാൻസൊക്കെ വെക്കുമ്പോഴത്തേക്ക് 70 രൂപ മതി. അപ്പോൾ 200 റുപ്പീസ് പ്ലസ് 70 പ്ലസ് 200 റുപ്പീസ്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്തിനീ പാടുപെടുന്ന മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരെ? അതെന്താണെന്നറിയോ ഞാൻ അങ്ങനെ പറയുന്നത്? നമുക്ക് പഴയൊരു വീഡിയോയിൽ, ഇപ്പോഴത്തെ വീഡിയോയിൽ, പഴയൊരു ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് പ്രൈസ് എങ്കിലും ഇംഗ്ലീഷിൽ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ എനിക്കും മലയാളത്തിൽ പറയാൻ തന്നെയാണ് താല്പര്യം. 200 റുപ്പീസ് പ്ലസ് CC 70 റുപ്പീസ് = 14 പ്ലാൻസ്. ഹായ്, ഇപ്പോൾ ചിന്തിക്കുകയായിരിക്കും ഇവരാരുടെ മാത്സ് പഠിപ്പിച്ചത്? ചാക്കോ മാഷല്ല. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്ര ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്, അതുപോലെയാണ് ഞാൻ യൂട്യൂബിലും സംസാരിക്കുന്നത്. പിന്നെ യൂട്യൂബിൽ ഇന്ന രീതിയിൽ സംസാരിക്കണം അങ്ങനെ നിയമവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ മുമ്പ് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പിന്നെ ഇടക്കാലത്ത് നമ്മുടെ ഫാമിലിയിലോട്ട് അംഗമായിട്ട് വന്നവർക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ബായ്. അയ്യോ, സംസാരിച്ച് ഒരുപാട് സമയമായിട്ടോ ഇൻട്രഡക്ഷൻ പറഞ്ഞു തുടങ്ങിയിട്ട്. ഞാൻ പോലും കരുതിയില്ല ഇത്രയും നീണ്ടു പോകുന്നു. സാധാരണ രീതിയിൽ ഞാൻ ഇൻട്രഡക്ഷനൊക്കെ പറയുന്നത് വളരെ ചുരുക്കിയേ പറയത്തുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് പ്ലാൻസ് കാണിച്ചു തുടങ്ങും, ആരെയും ബോറടിപ്പിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ശരി. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സിങ്കോണിയം. നാരോ ലീഫാണ് സിങ്കോണിയത്തിന്. ഇതിൻ്റെ കളേഴ്സ് പിങ്ക്, ഗ്രീൻ കലർന്നത്. ഇത് നമ്മൾ പല ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചപ്പോഴത്തേക്ക് പല കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ചിലതിൽ കുറച്ചുകൂടി ഡാർക്ക് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു പിങ്ക്, ചിലതിൽ ഒരു നരച്ച പിങ്ക്. ഈ നരച്ച പിങ്ക് ഞാൻ വെയിലത്ത് വെച്ചിട്ടല്ല കേട്ടോ. ഇത് ഈ കാണുന്ന സിങ്കോണിയും മറ്റേതും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. വെയിലില്ലാത്ത വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെയാണ് വെച്ചത്. പക്ഷേ എനിക്കറിയത്തില്ല എന്താണെന്ന്. ചിലതിൽ നല്ല ഡാർക്ക് പിങ്ക് വന്നിട്ടുണ്ട്, ചിലതിലൊക്കെ ഇങ്ങനെ ബ്രൈറ്റ് ഇല്ലാത്ത ഒരു പിങ്ക്. അടുത്തത് യെല്ലോ കളർ ഫ്ലവർ പിടിക്കുന്ന ഈ ഒരു പ്ലാന്റ്, ബട്ടർ കപ്പ് ഫ്ലവർ പ്ലാന്റ്. ഇതാണ് ഫ്ലവർ. അടുത്തത് സ്പൈഡർ പ്ലാന്റ്, ഗ്രീനും വൈറ്റും ചേർന്ന സ്പൈഡർ പ്ലാന്റ്. അടുത്തത് എപ്പീഷ്യ, റെഡ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് ഒരു കലാത്തിയാണ്. ഒരുപാട് ഹൈറ്റൊന്നും വയ്ക്കത്തില്ല, ഇത് തന്നെയാണ് ഹൈറ്റ്. അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഫിലോഡോണ്ടൻ മൈക്കൻസ്. അടുത്തത് ബ്ലഡ് ലീഫ്, ഗ്രീൻ കളർ. ഇത് മോർണിംഗ് ഗ്ലോറി. ഇത് ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങും, പെട്ടെന്ന് നശിച്ചു പോകത്തതുമില്ല. ചിലരുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല. പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. പിന്നെ പെട്ടെന്ന് തൊട്ട് തന്നെ പൂക്കൾ പിടിച്ചു തുടങ്ങും. പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇതിൽ മോർണിംഗ് ഗ്ലോറി വാങ്ങിച്ചാൽ മതി. പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം, ചെറിയ ലീഫാണ് ഈ കലേഡിയത്തിന്. പിന്നെയെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ക്ലസ്റ്റർ വൈനാണ്. നല്ല നീല കളർ ഫ്ലവർ പിടിക്കും, നല്ല കൊച്ച്. അതിൽ നടുക്ക് വൈറ്റ് വരും. എൻ്റെ അടുത്ത് ഫ്ലവർ ഇല്ല കാണിച്ചു തരാനായിട്ട്. ബ്ലൂ ഡേയ്സ് ഇല്ലേ, ബ്ലൂ ഡേയ്സ്, ആ ഫ്ലവറിനോടൊക്കെ സാമ്യം തോന്നുന്നതാണ്. ഇതാണ് ബ്ലൂ ഡേയ്സ്. ഇതിനോട് സാമ്യം തോന്നുന്നതാണ് ക്ലസ്റ്റർ വൈൻ്റെ പൂക്കൾ. ബ്ലൂ ഡേയ്സ് നമുക്ക് സെയിലിനില്ല. ബ്ലൂ ഡേയ്സിൻ്റെ സ്ക്രീൻഷോട്ട് മിക്കവാറും വരാൻ ചാൻസ് കൂടുതലാണ്. ക്ലസ്റ്റർ വൈൻ്റെ പൂക്കൾ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെന്ന് അറിയാമോ, ഈ ഗാലറി ഒന്നും സ്പേസ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ കുറേയൊക്കെ അങ്ങ് ഡിലീറ്റ് ആയിക്കളാം. അതിലങ്ങ് പോകുന്നതാണ്. രണ്ട് മൊട്ട് നിപ്പുണ്ട് ഒരുപാട് ക്ലസ്റ്റർ വൈന്. അടുത്തത് പിങ്ക് ലേഡി, ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. അടുത്തത് ക്രീപ്പിംഗ് ചാർലി. ഇതും ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ഇത് ഒരു ലീഫി പ്ലാന്റാണ്. നമുക്കിതിൻ്റെ പേരറിയത്തില്ല. ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ടാകും. ആ കിഴങ്ങിൽ നിന്ന് പുതിയ തൈകളുണ്ടാകും. പിന്നെ ഇത് കലേഡിയം. അടുത്തെന്ന് പറയുന്നത് സൺസെറ്റ് ബെൽസ്. നല്ല ഓറഞ്ച് യെല്ലോ ഒക്കെ ചേർന്ന ഫ്ലവർ പിടിക്കും. പെട്ടെന്ന് തന്നെ ഫ്ലവർ പിടിച്ചു തുടങ്ങും. അതിലും ഒരു കിഴങ്ങുണ്ട്. ഇത് മെക്സിക്കൻ ഫ്ലെയിമാണ്. നല്ല ഓറഞ്ച് കളർ ഫ്ലവർ പിടിക്കും. നല്ല അട്രാക്ഷനാണ്. ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നവരില്ലേ, ഫ്ലവർ മാത്രം ഉള്ളത് ചിലർ വെച്ച് പിടിപ്പിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതില്ലെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കാം. അപ്പം നമുക്ക് പിന്നെ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഉള്ള കണക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ പൂക്കൾ പിടിച്ചു തുടങ്ങുമ്പോഴത്തേക്കേ അവിടെ ഇവിടെയായിട്ട് 5-6 ചെടികളെ കാണത്തുള്ളൂ യഥാർത്ഥത്തിൽ. പക്ഷേ എല്ലാത്തിലും പൂക്കൾ പിടിച്ച് നിൽക്കുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യും ഒരുപാട് ചെടികൾ നിൽപ്പുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ പറ്റിപ്പ്. ഇത് ട്രിസീന. ഇത് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം.
അടുത്തത് ഒരു കലേഡിയാണ് ഗ്രീനിൽ. ഇത് വലിയ ലീഫ് ആവത്തില്ല, ഇത്രയൊക്കെ തന്നെ വലിപ്പം വയ്ക്കത്തുള്ളൂ ലീഫിന്. പിന്നെയെന്ന് പറയുന്നത് ഒരു സിങ്കോണിയം, ഗ്രീനും വൈറ്റ് സിൽവർ കളറൊക്കെ ചേർന്നത്. ഇത് അരേലിയ. ഒരുപാട് ചട്ടികളിലൊക്കെ വളർത്തി ഒരുപോലെ ഷേപ്പാക്കി നിർത്താൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ബട്ടൺ ഫോൺ. ഇത് നമുക്ക് ഹാങ് ആയിട്ട് വളർത്താം, പിന്നെ നിലത്ത് ചട്ടിയിലും വളർത്താം. വെയിൽ വേണ്ട, വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. എപ്പോഴും നനവ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് എല്ലാ ഫോണും. ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് പീകോക്ക് ജിഞ്ചർ. അടുത്തത് ഫിലോഡെൻഡ്രൻ. അത് കഴിഞ്ഞ് ഇത് ഒരു കലേഡിയോ ആണ്, ഗ്രീൻ കളർ. ഇത് നല്ല വലുതാകും കേട്ടോ. കലേഡിയോ അല്ലേ, ഇത് വേറെ എന്തുമാണ്, എനിക്ക് പേരറിയത്തില്ല ഇതിൻ്റെ. ഇതൊരു ലീഫി പ്ലാന്റ്. അടുത്തെന്ന് പറയുന്നത് കാരിക്കച്ച, ഗ്രീനും യെല്ലോയും ഒക്കെ ചേർന്ന കാരിക്കച്ച. അടുത്തെന്ന് പറയുന്നത് കൊങ്ങണിച്ചെടി, ലെൻറ്റാന. ഇതിൽ നല്ല ഡാർക്ക് യെല്ലോ കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. ഇത് സോങ് ഓഫ് ഇന്ത്യ, ലെമൺ ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ ചേർന്നത്. അടുത്തെന്ന് പറയുന്നത് ഒരു ലീഫി പ്ലാന്റ്, ഫ്ലവർ പ്ലാന്റ് എന്നും പറയുന്നത്. ചെറിയൊരു വെള്ള പൂ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത്. 200 രൂപയുടെ കോംബോ ഓഫർ. 200 രൂപയ്ക്ക് എത്ര പ്ലാൻസ് കിട്ടുമെന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്കിപ്പ് ചെയ്ത് കണ്ടവർ ഒന്നും കൂടി പോയി കാണും, ഞാൻ പറയത്തില്ല. അപ്പോൾ ഇതിൽ കാണിച്ച പ്ലാൻസ് വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ എത്ര പ്ലാൻസ് ആണോ അത്രയും പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്ലാൻസ് അയച്ചു തരും. പ്ലാൻസ് അയച്ചു തരും, പക്ഷേ അതിൻ്റെ മുമ്പേ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഗൂഗിൾ പേ. അപ്പോൾ ഗൂഗിൾ പേ ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് മസ്റ്റായിട്ട് അയക്കണേ. ഗൂഗിൾ പേ നമ്പർ പക്ഷേ ഇതല്ല, ഗൂഗിൾ പേ നമ്പർ നമ്മൾ അപ്പോഴത്തെ തരത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോഴത്തേക്ക് ഞാൻ റിപ്ലൈ തരാൻ വൈകിയാലും ഞാൻ വന്ന് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അത് പിന്നാലെ മെസ്സേജ് ഇടല്ലേ, നമ്മുടെ മെസ്സേജ് മുകളിൽ പോയി കിടക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, അതൊരു റിക്വസ്റ്റാണ്, ഫോട്ടോ ഇടാൻ പറയല്ലേ പ്ലീസ്. നമുക്ക് 5 രൂപയുടെ പ്ലാൻസും ഈ 200 രൂപയുടെ കോംബോ ഓഫറൊക്കെ വരുമ്പോഴത്തേക്ക് ഫോട്ടോ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണത്. അപ്പം ഫോട്ടോ ഇടാൻ പറയല്ലേ പ്ലീസ്, ഞാൻ അപ്പോഴേ ഓൺലൈനിൽ നിന്ന് മുങ്ങും. പിന്നെ നമ്മൾ കേരളത്തിലും ചെന്നൈയിലും മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത്, വേറെ സ്റ്റേറ്റിലോട്ടൊന്നും നമ്മൾ അയക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴും നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയക്കാറുണ്ട് പലരും. എന്തോ ചെയ്യണം, നമുക്ക് അയക്കാൻ പറ്റത്തില്ല, സേഫായിട്ട് കിട്ടുമെന്നും ഉറപ്പില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശരി, എനിക്ക് പോകാൻ സമയമായി. പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ ചിലപ്പോൾ കാണിച്ച പ്ലാൻസ് എല്ലാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം, ചിലപ്പം നാളെ ഭാവിയിൽ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാനായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്, കൂടെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ബൈ.